നമസ്കാരം. മീഡിയ വൺ എന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് കേന്ദ്ര സർക്കാർ റദ്ദു ചെയ്യുകയും കുറച്ച് ദിവസം അവർക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് നമ്മൾ മറന്നിട്ടില്ല. മീഡിയ വൺ വർഗീയ വിഷം തുപ്പുന്ന ഒരു മാധ്യമ സ്ഥാപനമായതുകൊണ്ട് അത് അവസാനിക്കാനാണ് മതേതര ചിന്താഗതിയുള്ള മനുഷ്യരൊക്കെ ആഗ്രഹിച്ചത്. പക്ഷേ സുപ്രീം കോടതി അവർക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തു. മീഡിയ വൺ ഇപ്പോഴും വിഷം തുപ്പി മുമ്പോട്ട് പോകുന്നു. ആ അനുഭവം മുമ്പിലുള്ളതുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ പൂട്ടുമെന്ന് വിശ്വസിക്കാൻ നമുക്കൊക്കെ പ്രയാസമാണ്. മീഡിയ വണ്ണിനെ പോലെ വർഗീയ വിഷം തുപ്പുന്ന, സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഒരു ചാനലിന് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ റിപ്പോർട്ടർ ചാനൽ നുണ പറയുന്നു എന്നതുകൊണ്ട് എങ്ങനെ പൂട്ടപ്പെടും എന്നാണ് പലരും ചോദിക്കുന്നത്. ഈ വ്യത്യാസം പലരും വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. മീഡിയ വണ്ണിന് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു. ആ ലൈസൻസ് പുതുക്കുന്നത് കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. അതിൻ്റെ കാരണം പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുടെ മാനേജ്മെൻറ്റിൽ ഒരു ചാനൽ നടത്താൻ പാടില്ല എന്നാണ്. അത് തെറ്റാണ് എന്ന് സുപ്രീം കോടതി കണ്ടെത്തുന്നു. എന്നാൽ റിപ്പോർട്ടർ ചാനലിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. അവരുടെ ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് നിയമവിരുദ്ധമാണ്. ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് കൊടുത്തിരുന്നത് നികേഷ് കുമാർ MD ആയിരുന്ന കമ്പനിക്കാണ്. ആ കമ്പനി നിയമവിരുദ്ധമായി ട്രീ കട്ടർ മുതലാളിമാർക്ക് ചാനൽ വിറ്റു. നിലവിലുള്ള നിയമമനുസരിച്ച് ഒരു ലൈസൻസ് മറ്റൊരാൾക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായാണ്. മാത്രമല്ല, റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന ട്രീ കട്ടർ മുതലാളിമാരും അവരുടെ ബന്ധുക്കളുമൊക്കെ നിരവധി കേസുകളിലെ പ്രതിയായതുകൊണ്ട് അവർക്ക് സുരക്ഷാ ക്ലിയറൻസ് നൽകാൻ കേന്ദ്ര സർക്കാർ വിസമ്മതിച്ചു. ഒരു വശത്ത് സുരക്ഷാ ക്ലിയറൻസ് ഇല്ല, മറുവശത്ത് ലൈസൻസ് നിയമവിരുദ്ധമായി. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഭാവി മീഡിയ വണ്ണിൻ്റെ ഭാവി പോലെയല്ല. ഈ കേസിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി വിധി പറഞ്ഞത് കേന്ദ്ര സർക്കാരിനോട് അവർക്ക് നിയമപരമായി എടുക്കാൻ കഴിയുന്ന തീരുമാനമെടുക്കാനാണ്. ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് നികേഷ് കുമാറിൻ്റെ ഹിയറിംഗ് വെച്ചിരിക്കുന്നത്. ആ ഹിയറിംഗിന് ശേഷം ഏറെ വൈകാതെ കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം ലൈസൻസ് റദ്ദ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കും. അതിനുശേഷം അവർക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോവാം. ഈ ലൈസൻസ് റദ്ദ് ചെയ്തുള്ള ഉത്തരവ് റദ്ദാക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയും ഹൈക്കോടതിയോ വല്ലതും അവർക്ക് ഇടക്കാല സ്റ്റേ കൊടുത്തിരിക്കാം. എന്നാൽ നിയമപരമായി അവർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി കിട്ടില്ല. ഈ കേസിനൊടുവിൽ സംഭവിക്കാൻ പോകുന്നത് മീഡിയ വണ്ണിന് സംഭവിച്ചതല്ല, നേരെ മറിച്ച് ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ചാനൽ നിരോധനം നിലവിൽ വരും. അതെ, ഏറെ വൈകാതെ റിപ്പോർട്ടർ ചാനൽ പൂട്ടപ്പെടും എന്ന് തീർച്ച. ഇതിനിടയിലാണ് റിപ്പോർട്ടർ ചാനൽ ഭംഗിയായി നടത്തിയ ഒരു ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പുതിയ ഉത്തരവിറക്കിയത്. റിപ്പോർട്ടർ ചാനൽ ബാർക്ക് റേറ്റിംഗിൽ പണം കൊടുത്ത് അട്ടിമറി നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് 24 ന്യൂസ് ആണ്. 24 ന്യൂസ് റിപ്പോർട്ടർ ചാനലിനെതിരെ പരാതി കൊടുക്കുകയും FIR ഇട്ട് കേസെടുക്കുകയും അതിൻ്റെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നു. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ബാർക്ക് റേറ്റിംഗിൽ പൊളിച്ചെഴുത്ത് നടന്നിരിക്കുകയാണ്. ബാർക്ക് റേറ്റിംഗിൽ ലാൻഡിംഗ് പേജ് പരിഗണിക്കില്ല എന്നതാണ് നമുക്കറിയാം. റിപ്പോർട്ടർ ചാനൽ അവരുടെ ബാർക്ക് റേറ്റിംഗ് മുമ്പിൽ നിർത്താൻ വേണ്ടി കോടികൾ കൊടുത്ത് കേരള വിഷൻ അടക്കമുള്ള ചാനൽ പ്രക്ഷേപണം വിതരണം ചെയ്യുന്ന കമ്പനികളിൽ നിന്നും ലാൻഡിംഗ് പേജ് വാങ്ങി. നമ്മൾ ആര് ആ ചാനൽ ഓൺ ചെയ്താലും ആദ്യം വരുന്നത് റിപ്പോർട്ടർ ചാനലായിരിക്കും. പൊതുവെ ഭൂരിപക്ഷം ആളുകളും പിന്നെ ചാനൽ മാറ്റാൻ നോക്കിയെന്ന് വരില്ല. ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ചായിരുന്നു അവർ റേറ്റിംഗ് നിലനിർത്തിയത്. പുതിയ റേറ്റിംഗ് സിസ്റ്റം അനുസരിച്ച് ലാൻഡിംഗ് പേജ് വ്യൂവായി പരിഗണിക്കുകയില്ല. ഇത് റിപ്പോർട്ടർ ചാനലിന് കിട്ടുന്ന ആഘാതം ചില്ലറയാവില്ല. ലാൻഡിംഗ് പേജ് പരിഗണിക്കാതെ വരുന്നതോടെ റിപ്പോർട്ടർ ചാനലിൻ്റെ റേറ്റിംഗ് വലിയ തോതിൽ ഇടിയുന്ന സാഹചര്യം ഇപ്പോൾ തന്നെ രൂപപ്പെടുന്നു. ഇതിനോടൊപ്പം തന്നെ യൂട്യൂബ് അടക്കമുള്ള ഓൺലൈൻ ചാനലുകളിൽ വരുന്ന വ്യൂവേഴ്സും ബാർക്ക് റേറ്റിംഗിൻ്റെ ഭാഗമായി കാണിക്കാൻ തീരുമാനിച്ചു. റിപ്പോർട്ടർ ചാനൽ അവിടെയും കൃത്രിമം കാണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ആ കൃത്രിമം തടയുന്ന തരത്തിലായിരിക്കും ഇനി വ്യൂ കാണിക്കേണ്ടി വരുന്നത്. ഈ വ്യൂ കൂടി ഉൾപ്പെടുന്നതോടെ റിപ്പോർട്ടറിന് വീണ്ടും തിരിച്ചടി കിട്ടും. മാത്രമല്ല, റേറ്റിംഗ് ഏജൻസികൾ തുടങ്ങാനുള്ള നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 20 കോടി രൂപയെങ്കിലും ആസ്തി മൂല്യമുള്ള കമ്പനികൾക്ക് മാത്രമേ റേറ്റിംഗ് സ്ഥാപനം നടത്താൻ പറ്റൂ. അതുകൊണ്ട് ബാർക്ക് എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥാപനം മാത്രമാണുള്ളത്. അത് 5 കോടിയാക്കി കുറയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ റേറ്റിംഗ് കമ്പനികളുണ്ടാവും. കൂടാതെ 80,000 സെറ്റപ്പ് ബോക്സുകളെങ്കിലും വെച്ച് വേണം ഇനി വിലയിരുത്താൻ എന്ന് ഉത്തരവുണ്ടായിട്ടുണ്ട്. നിലവിലുള്ള ബാർക്കടക്കമുള്ളവർ 6 മാസത്തിനകം 80,000 ആക്കണം. നിലവിൽ ബാർക്കിനുള്ളത് 58,000 വ്യൂ മാത്രമാണ്. 58,000 പേരെ നോക്കിയിട്ടാണ് ഇവർ ഇതുവരെ റേറ്റിംഗ് നിശ്ചയിച്ചു കൊണ്ടിരുന്നതെന്ന് ഓർക്കണം. ഇത്തരത്തിൽ വലിയ മാറ്റങ്ങളിലൂടെ ചാനൽ റേറ്റിംഗിലെ തട്ടിപ്പും അവസാനിപ്പിക്കുന്നതോടെ റിപ്പോർട്ടറിനെ പോലുള്ള ചാനലിന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ലൈസൻസ് റദ്ദാക്കി പണി കൊടുക്കുന്നത്. റിപ്പോർട്ടർ ചാനൽ എന്ന സാമൂഹ്യ വിപത്ത് ഏറെ വൈകാതെ അവസാനിക്കും എന്നത് ശുഭകരമായ വാർത്തയാണ്. കിറ്റക് സാബുവിൻ്റെ നിതാന്തമായ പോരാട്ടത്തിൻ്റെ അന്ത്യമാണ്
വാസ്തവത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് താൻ പൂട്ടിക്കുന്നത്, എങ്ങനെയാണ് താൻ പൂട്ടിക്കുന്നത് എന്ന് സാബു പറഞ്ഞതുകൂടി കേൾക്കുക. ഞാൻ ഈ ചാനലിൻ്റെ നടത്തിപ്പ് അതിനെപ്പറ്റി വിശദമായിട്ടൊരു പഠനം നടത്തിയപ്പോൾ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു ബ്രോഡ്കാസ്റ്റിംഗ് നടത്തണം, ഇതുപോലെയുള്ള ഒരു സാറ്റലൈറ്റ് ചാനൽ നടത്തണമെങ്കിൽ അതിന് ആദ്യമായിട്ട് വേണ്ടത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ആണ്. ഇതിൻ്റെ ഉടമകളായ ആൻഡോയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും ദേശീയ സുരക്ഷാ ക്ലിയറൻസിന് വേണ്ടി അപേക്ഷ കൊടുത്തെങ്കിലും ദേശീയ സുരക്ഷയെ മുൻനിർത്തി ആ അനുമതി കൊടുക്കാതിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ദേശീയ സുരക്ഷാ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ, ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമാണ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ലൈസൻസ് അനുവദിക്കുകയുള്ളൂ. നമുക്കറിയാം, ഇന്ന് നമുക്കൊരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ അതാത് മേഖലകളിലുള്ള പോലീസിൻ്റെ ക്ലിയറൻസ് വേണം. അപ്പോൾ ഒരു സാധാരണക്കാരന് ഒരു പോലീസ് ക്ലിയറൻസ് ഇല്ലാതെ ഒരു പാസ്പോർട്ട് പോലും ലഭിക്കില്ലാത്ത സ്ഥലത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ക്ലിയറൻസ്, സുരക്ഷാ ക്ലിയറൻസ് പോലുമില്ലാതെ ഈ ചാനൽ നടത്തിപ്പിന് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ലാതെ കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ ചാനൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ ദുരൂഹതയുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ ആൻഡോ അഗസ്റ്റിൻ ബ്രദേഴ്സ് മരമൂട്ട് തട്ടിപ്പ് മുതൽ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അങ്ങനെ അനവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാൾ ഈ മരമുറി കേസിൽ ജയിലിൽ പോവുകയും LDFൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ 2ാം പിണറായി സർക്കാർ വന്ന ഉടനെ തന്നെ അദ്ദേഹത്തെ റിലീസ് ചെയ്യുകയുണ്ടായി. പിന്നീട് കാണുന്നത് 2 വർഷത്തിനുള്ളിൽ അദ്ദേഹം ഒരു പ്രമുഖ ചാനൽ മേടിക്കുന്നതായിട്ടാണ്. അപ്പോൾ അവിടെയും ദുരൂഹതയുണ്ട്. ആ ചാനൽ ഇന്ന് പാർട്ടിയുടെ മുഖ്യ ചാനൽ കൈരളിയിനേക്കാൾ കൂടുതലായിട്ട് പിണറായി സർക്കാർ ചെയ്യുന്ന അഴിമതിയും അവർ ചെയ്യുന്ന വൃത്തികേടുകളും വെള്ളപൂശി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനലായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാതെ, ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ലാതെ ആരുടെ ഒത്താശയോടുകൂടി ഈ 2 വർഷം ഈ ചാനൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഈ റിപ്പോർട്ടർ TV എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നികേഷിൻ്റെ വൈഫ് റാണി, ഇവരുടെ പേരിലായിരുന്നു ഈ ലൈസൻസ് ഉണ്ടായിരുന്നത്. ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിന് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സുരക്ഷാ ക്ലിയറൻസ് ഉണ്ടായിരുന്നു, ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസും ഉണ്ടായിരുന്നു. ശ്രീ ആൻഡോ അഗസ്റ്റിൻ പറയുന്നത് ഈ ചാനൽ ഞങ്ങൾ വാങ്ങി, ഇതിൻ്റെ ഉടമകൾ ഞങ്ങളാണ് എന്ന്. 2022 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയവും ഒരു ചാനൽ പ്രക്ഷേപണത്തിനുള്ള നിയമം മാറ്റം വരുത്തി. 22 മുമ്പ് ഒരു ചാനൽ ആർക്ക് വേണമെങ്കിലും ലീസ് എടുക്കുകയും ആ ലീസിൻ്റെ പുറത്ത് അവർക്ക് ആവശ്യമുള്ള പേരിൽ അത് സംപ്രേഷണം നടത്താനായിട്ടുള്ള നിയമം അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 22 ശേഷം ആ ലൈസൻസ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സുരക്ഷാ ക്ലിയറൻസുള്ള, ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ ലൈസൻസുള്ള ആളുകൾക്ക് മാത്രമേ അത് നടത്താൻ സാധിക്കൂ. അത് കൈമാറ്റം ചെയ്യാനോ വേറൊരാൾക്ക് അത് ലീസിലെടുക്കാനോ നിയമപരമായിട്ട് അനുവദിക്കുന്നില്ല.